എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ അല്ലെങ്കിൽ ബിജിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ എന്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയെ എനിക്കറിയാം എല്ലാവർക്കും നോയമ്പൊക്കെയാണ്. പക്ഷെ എന്തോ ചെയ്യാനാ, എൻ്റെ കൊതി കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച മലയാളിക്കടയിൽ പോകാതിരുന്നു. അവിടെ ചെല്ലുന്നുണ്ടേ കപ്പ അവിടെ ഇരിക്കുവാണെങ്കിൽ എന്നെ നോക്കിയിട്ട് കപ്പ പറയും, വിജീസ് കിച്ചൻ പ്ലീസ് എന്നെയും കൂടെ കൊണ്ടുപോകുമോ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. കാരണം അച്ചാർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതെന്തോ ആയെന്നൊക്കെ അറിയാനായിട്ടൊക്കെ എനിക്കൊന്ന് പോകണമായിരുന്നു. അപ്പം ഞാൻ കപ്പ വാങ്ങിച്ചോണ്ട് ഇന്ന് കപ്പ കഴിച്ച് കഴിഞ്ഞ ദിവസത്തെ കമൻറ്റ് അതിൽ ID വന്നേക്കുന്ന എന്നെ നാജിൽസ് എന്നോ അങ്ങനൊരു ഇതാ NANAJLS പറഞ്ഞു. ചേച്ചിയുടെ വീഡിയോ ഞാൻ കാണും, കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഒക്കെ അങ്ങ് മറന്നു പോകും. അതുകൊണ്ട് വീഡിയോ കാണുന്ന ഉടനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അങ്ങ് പോയി പ്രീതി ചേച്ചി ചെയ്യുന്നതാണ്. ലൈക്ക് ഇട്ടിട്ട് പ്രീതി ചേച്ചി അങ്ങ് പോകും. അഥവാ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വന്നിട്ടാണ് കാണുന്നത്. ഞാൻ പ്രീതി ചേച്ചി എന്ന് വിളിക്കുന്നത് ഒരു ദിവസം ഞാൻ കുട്ടി എന്നെങ്ങാണ്ട് ഇട്ടോണ്ട് എന്നോട് ചേച്ചി എന്നെ പറഞ്ഞാൽ ഞാൻ കുട്ടിയല്ല ചേച്ചിയാണ്. അത് പിന്നെ ഞാൻ പ്രീതി ചേച്ചി എന്ന് വിളിക്കുന്നത് കേട്ടോ. ചിലർ എന്നെ കൈ മൂത്തവരുണ്ട്. ചിലപ്പോൾ എൻ്റെ വണ്ണമൊക്കെ കണ്ടിട്ടായിരിക്കും എന്നെയും ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അതൊക്കെ പോട്ടെ, നമ്മൾ ചേച്ചിയിലും ആൻറ്റി എന്ന് വിളിക്കുന്നവരുണ്ട്. എന്നെ കൈ വലിയ മക്കളൊക്കെ ഉള്ളവർ അതിൽ എന്നെ ചിലപ്പോൾ ആൻറ്റി എന്ന് വിളിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, ചേച്ചി കാണാറുണ്ട്, ഇത് ഇടാറില്ല. പക്ഷേ ഞാൻ ഷാർജയിലാണ് കേട്ടോ. അപ്പം ഞാൻ ഷാർജയിലൊക്കെ പോയി അവരുമായിട്ടൊക്കെ കാര്യം പറഞ്ഞിട്ടൊക്കെ ഈ വരുന്ന ചില ദിവസങ്ങളിൽ കേട്ടോ പറഞ്ഞ് ഞാനിവിടെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ബോറായിട്ട് തോന്നും. അപ്പോൾ ചേച്ചിയുടെ വീഡിയോ ഓൺ ആക്കിയിട്ടാണ് ഞാൻ കിച്ചണിലൊക്കെ ജോലി ചെയ്യുന്നതെന്ന്. ജൂലിയും ചിലപ്പം ജൂലിയ ഗൾഫിലാണ്. അവളും കാണാൻ പറ്റിയില്ലെങ്കിൽ അവൾ ഓഡിയോ ഓണാക്കി ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചിട്ട് എന്നെ ജൂലിയ ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് കയറ്റിയിരുന്നത് അവിടെ ചെല്ലുമ്പോൾ കേട്ടോ. അത്രയ്ക്ക് എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ തമാശ പറയുന്നതാണേ ജൂലി മോളെ. അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും ഒരു സന്തോഷമുണ്ട്. ഞാൻ അവർക്കൊക്കെ അടുത്തിരുന്ന് സംസാരിക്കുന്ന പോലൊക്കെ അവർക്ക് തോന്നുന്നത് അവർക്കതൊരു നല്ലതാണ്. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ ഇരിക്കുന്നവർ അവിടെ വരെയൊക്കെ പോയി അവരുമായിട്ടൊക്കെ ഒന്ന് സമ്പർക്കം ചെയ്തിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞതിൽ സന്തോഷമുണ്ട് കേട്ടോ മോളെ. ഇനി കമൻ്റൊക്കെ ഇഷ്ടപ്പെടുന്ന അങ്ങ് ലൈക്ക് അങ്ങ് അടിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെ ജയേച്ചിയും ചേട്ടനോട്ടിരുന്ന് പറയുന്ന കേട്ട് ബോംബെയിലൊക്കെ 800 രൂപയുള്ള ഒരു മാസം സെർവൻറ്റിന് ചുക്കിലി എടുക്കും. പക്ഷേ ചുക്കിലി അവരടിക്കത്തില്ല. അവർ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം അനിയത്തിയും പറഞ്ഞ് അവളും ഇങ്ങനൊരു ആളിനെ വിളിക്കുവാണെങ്കിൽ ഒരു ദിവസത്തേക്കിന് 600 രൂപ 650 രൂപയോ കൊടുക്കും. ഫുഡും ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം. അതെന്ന് പറയുന്നത് രാവിലെ തൊട്ട് വന്നിട്ട് നമ്മൾ ഇത്രയും ഏരിയ കൊണ്ട് അവർ തൂത്തുതുടപ്പ് മാത്രമല്ല, അവർക്ക് പാത്രം കഴുകി കൊടുക്കും. അവിടെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം അയ്യം മറ്റോ എല്ലാം ചെയ്യുന്നത് പറയുന്നത് ഒരു 15 മിനിറ്റ് ഇങ്ങോട്ട് വന്ന് നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് കൂടിപ്പോയ ഒരു 600 സ്ക്വയർ ഫീറ്റ് കാണുമായിരിക്കും. അത് വന്ന് തൂത്ത് തുടച്ചിട്ട് പോയിട്ട് വേറെടുത്ത് ഇവർ ഇതുപോലെ പോവല്ലേ. അപ്പം എനിക്കത് ആദ്യമൊക്കെ ആണെങ്കിൽ 400-500 ആയിരുന്നു. പിന്നെയാണ് അത് ഇത്രയും കൂടിയത്. ഇവർ യൂണിയൻകാരൊക്കെ യൂണിയനുണ്ട് ഇവർക്കൊക്കെ. എല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഇരുന്ന് സമ്മേളനമുണ്ട്. അന്നേരം ഒരാൾക്ക് കുറച്ചാൽ ഇതിപ്പം 1 BH ഇത്ര, 2 BH ഇത്ര. ഇതിപ്പോൾ 2 BH 1 BH അവർ ചെയ്യും. അതിനൊക്കെ കൂടുതൽ റൂമുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതലെടുക്കും. അത് എന്തോ ഇങ്ങോട്ട് വന്ന് ഒന്നും ചെയ്യും. നമ്മളിപ്പം ഫാനെങ്ങാനും തുടയ്ക്കുവോ പ്രൈസൻ വീണോ ഇനി വന്നേ. അവിടെ എവിടെയോ കയറി മറിഞ്ഞടിച്ച് വീണ്. ഇന്നലെ ഒരു വീഴ്ച വീണിട്ട് വന്നതാ. ഇങ്ങ വന്നേ, ഇങ്ങോട്ട് വാ. എവിടാ വീണേ? ഇങ്ങോട്ടോ. എന്തോ ചെയ്ത നീ? ഇങ്ങോട്ട് വാ. എന്ത് നീയാണോ വീണത്? ഇങ്ങോട്ട് വാ. നീയാണോ വീണ? ഫോണാണോ വീണേ? ഞാൻ ചിന്തിച്ച് നീയാ വീണേന്ന്. ഇവിടെ ഒരു സൗണ്ട് കേട്ടു.
ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇന്നലെ കൈ മുറിഞ്ഞത് എന്തി ഒന്ന് കാണിച്ച് എന്തി? ആ കുഞ്ഞ് വേണ്ട മുറിഞ്ഞു. അയ്യോ, ഇന്ന് എന്നാ ഓളി തിങ്കളാഴ്ചയാന്ന് തോന്നുന്നു. ബസ്സിലെല്ലാം കൊച്ചിൻ്റെ പോയോ കളറ് മോന്തയ്ക്കും ഇവിടെയൊക്കെ ബസ്സിൽ പിള്ളേർ കളർ യൂണിഫോമിന് മൊത്തം. പിന്നെ യൂണിഫോം ഞാനിപ്പം കൈകൊണ്ട് കഴുകിയിട്ടിട്ട് ഇരിക്കുക. പിന്നെ വേറൊരു സംഭവം ഉണ്ടായത് ഞാൻ പിന്നെ ഒരു ദിവസം പറയാം കേട്ടോ. സ്കൂളിലെ ഓക്കെ. അന്നേരം ഇന്ന് രാവിലെ ഇവർക്കെല്ലാം ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ്, അതായത് പാവ് ഭാജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാവ് ഭാജി ആകുമ്പോൾ ഈ പ്രൈസം മോന് ഈ മട്ടർ ഉണ്ടല്ലേ, മട്ടർ ഇങ്ങനെ വേവിച്ച് ഏതിൻ്റെ അകത്താന്നേലും മട്ടർ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ കുറച്ച് ഉപ്പ് നീരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാണോ, നമ്മൾ ഈ മുട്ടയൊക്കെ പൊരിക്കുമ്പോഴേ ചിലപ്പോൾ ഉപ്പ് അന്നേരം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു തുള്ളി വെള്ളത്തിൽ അന്നേരം ഉപ്പ് പൊടി ഇങ്ങനെ കലക്കിയിട്ട് ചേർക്കും. അല്ലെങ്കിൽ ഉപ്പ് ഡയറക്റ്റ് പൊടി ഇടുവാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നന്നായി മിക്സ് ചെയ്തില്ലെങ്കിൽ എല്ലാവർക്കും പേഷ്യൻസ് ഇല്ലല്ലോ, എല്ലാവർക്കും പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കണമെന്നില്ലേ. നന്നായിട്ട് കലക്കിയില്ലെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ ഉപ്പിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ പരാതി അങ്ങ് നിൽക്കാൻ വേണ്ടി ഇടയ്ക്ക് റീച്ചാൻ ഉണ്ടാക്കും, പോളുണ്ടാക്കും, മുട്ടയൊക്കെ അവരുണ്ടാക്കും. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് ഉപ്പ് നീരിങ്ങനെ ഉണ്ടാക്കി ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ നീരെടുത്ത് ഇനി ഒഴിക്കാമല്ലോ. അപ്പോൾ അടുത്ത റൂള് അതിലെത്ര ഇനി ഒഴിക്കണമെന്ന് എങ്ങനെ മനസ്സിലാവും. ഞാൻ പറയാം ഒരു ഇച്ചിരി ഇട്ടിട്ട് ഒന്ന് നക്കി നോക്കണം. അന്നേരം പോള് വന്ന് പച്ചയോ. ഞാൻ പറയടാ നാട്ടിലൊക്കെ ആണെങ്കിൽ പച്ച മുട്ട പണ്ട് അറിയത്തില്ലേ, പച്ച മുട്ട കുടിക്കത്തില്ലായിരുന്നോ. എൻ്റെ പപ്പായാണെങ്കിൽ കോഴി അങ്ങോട്ട് മുട്ട ഇട്ടിട്ട് പോകുന്ന ഉടനെ എടുത്ത് പച്ചയ്ക്ക് കുടിക്കുമായിരുന്നു. അപ്പോൾ ഒരു ചൂടും കാണുമല്ലേ. എനിക്കിഷ്ടമല്ലേ, അത് നല്ല ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. എനിക്കിഷ്ടമല്ല. അല്ലെങ്കിൽ പിന്നെ ഈ ചുമയൊക്കെ വരുന്ന സമയത്ത് അമ്മ ഞങ്ങൾക്ക്, അത് നമ്മുടെ നാടൻ മുട്ട ഇത്തിരി ഇത്തിരി ഒന്ന് ഹാഫ് ബോയിലില്ല, ഒരു ഇച്ചിരി ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ മോടം പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് കുരുമുളക് പൊടിയും ഉപ്പൂടി ഇട്ടിട്ട് കലക്കി തരുമായിരുന്നു. ചുമ നിൽക്കും. അതൊക്കെ ഒരു ഒറ്റമൂലി മരുന്നാണ്. അപ്പം ഞാൻ പാവ് ഭാജിക്ക് എല്ലാം ചേർത്ത് ടൊമാറ്റോയൊക്കെ ഞാൻ അരച്ച് ചേർത്ത് അതിൻ്റെയൊക്കെ വെള്ളം ഒന്ന് വറ്റിയുണ്ടേ ഇച്ചിരി മുളക് പൊടിയും എപ്പോഴും ഞാൻ ഇടുന്ന കാണിക്കുന്നില്ലേ. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നത് ഇങ്ങനെ ഒരു പാവ് ഭാജി മസാല കിട്ടും. ആ മസാല ഞാൻ 2 ടേബിൾ സ്പൂൺ 2 ഇട്ടിട്ടുണ്ട്. ഇതൊരു ചോക്ലേറ്റാണ്. ഇന്ന് രാവിലെ റീച്ചാൻ വാങ്ങിച്ച് പ്രൈസമോൻ്റെ കൊടുത്തതാണ്. അപ്പോൾ അവന് ബുക്ക് വാങ്ങിക്കാൻ പപ്പാടെ കൂടെ പോകണമായിരുന്നു. അപ്പോൾ അവനത് എൻ്റെ തന്നു. പിന്നെ ഞാനും അങ്ങ് മറന്നു. ഇപ്പോൾ പാവ് ഭാജി മസാല ഞാൻ എപ്പോഴും ഈ പൊട്ടിച്ച പാക്കറ്റുകൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അതെടുക്കാൻ പോയണേ ഫ്രിഡ്ജിൽ ഇരിക്കുന്നു. ഇപ്പം പിന്നെ അവന്മാർക്ക് 2 കൂടെ അത് കൊടുത്തു. അപ്പോൾ വെജിറ്റബിൾസ് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ പാവ് ഭാജി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവന്മാർക്കും വെജിറ്റബിൾസ് അങ്ങ് വയറ്റി ചെല്ലും. സാധാരണ ഞാൻ മാഷ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഞാൻ മിക്സിയിൽ അങ്ങ് അടിക്കുമ്പോൾ നന്നായി അതങ്ങ് ഉടഞ്ഞ് കിടക്കും. കോളിഫ്ലവർ, ക്യാരറ്റ്, കാബേജ്, എന്താ പിന്നെ നമ്മുടെ കോവയ്ക്ക, ഇതെല്ലാം ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വയറ്റി ചെല്ലും പിള്ളേരുടെ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ടേ ഒരു ഇത്തിരി കൂടുതലുണ്ടാക്കും. 2 പ്രാവശ്യത്തേക്ക് നമുക്ക് പാവ് ഭാജിക്ക് 2 പ്രാവശ്യത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പാവ് ഭാജി ഉണ്ടാവും. ഇതിൽ കൂടുതലും ബട്ടറൊക്കെ ചേർക്കും. ഞാൻ അത്രയൊന്നും ബട്ടറൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഞാനാണെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ പാക്കറ്റ് വെക്കാൻ പോയിട്ട് വന്നിട്ട് എൻ്റെ കൈ ഇങ്ങനെ നോക്കണം. ഞാൻ എൻ്റെ കൈ എങ്ങനെ മുറിഞ്ഞത്, ചോര. സംഗതി എന്തുവാ, പാക്കറ്റ് ഞാൻ അവിടെ വെച്ചിട്ട് മുളക് പൊടി ഇത്തിരി തറയെ വീണായിരുന്നു. ആ മുളക് പൊടി ആ പാക്കറ്റിൻ്റെ അടിയിലുണ്ടായിരുന്നു. അത് കയ്യിലായതാണ്. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചു എന്തോ കാരണത്താലും എൻ്റെ കൈ മുറിഞ്ഞത് എങ്ങനെയാണെന്നും പറഞ്ഞ് ഞാൻ നോക്കുക. പിന്നെ ഞാൻ തൂത്ത് കളഞ്ഞു. ഇതിൽ ഈ മല്ലിയില കുറേ ഇടുമ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരുടെയും കഴിഞ്ഞു. പാവ് ഞങ്ങൾ രാത്രിയിൽ അങ്ങ് വാങ്ങിച്ചു, അതാ കുഴപ്പമായിപ്പോയി. അത് രാത്രി വാങ്ങിച്ചിട്ട് ഞാൻ ഡബ്ബയിലിട്ട് വെച്ചതുകൊണ്ടാണ് ഇത്തിരി ഇങ്ങനെ ഒന്ന് ചൊങ്ങിയത്. അല്ലെങ്കിൽ നല്ല ബൺ പോലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പാത്രം കഴുകൊക്കെ ആയിരുന്നു. പിന്നെ പാത്രമൊക്കെ കഴുകിയെടുത്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളും കഴുകിയിട്ട് പിന്നെ കൊച്ചിന് ഈ പാവ് ഭാജി കൊടുത്തു വിടാക്കത്തില്ലല്ലേ. അപ്പോൾ അവന് വെള്ളമൊക്കെ നിറച്ച് കൊടുത്ത് പിന്നെ ഞാൻ ചിന്തിച്ചെന്നാൽ മുട്ട പൊരിച്ചിട്ട് പാവിൻ്റെ അകത്ത് അവൻ ഈ മുട്ട കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ചില പിള്ളേർ മുട്ട കഴിക്കത്തില്ലല്ലേ. ഞാൻ അവിടെ നീ എന്തിനാ അവരെ കാണിക്കാതെ അങ്ങ് കഴിച്ചാൽ ഞാൻ പറഞ്ഞു പിള്ളേർ ഓടി വരും എന്തുവാ ടിഫിൻ എന്നും പറഞ്ഞു.
ഞാൻ പറയാം അവർ കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട, നീ പറ നീ കഴിക്കുമെന്ന്. അപ്പോൾ എന്നും നീ ടിഫിൻ കൊടുത്തു വിടാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മുട്ട കൊടുത്തു, കഴിവതും മുട്ട ഇവൻ കൊണ്ടുപോകാൻ അവനിപ്പം അവൻ പറയും വേണ്ട വേണ്ട വേണ്ടാന്ന്. അപ്പം ഞാൻ പാവിൻ്റെ അകത്ത് ഇച്ചിരി മയോണൈസും ടൊമാറ്റോ സോസും തേച്ചിട്ട് ആ മുട്ടയൊന്ന് മുറിച്ച് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് കൊടുത്ത്. ഇവൻ്റെ ക്ലാസ്സിൽ ഇവൻ മാത്രമേ ഉള്ളൂ മലയാളി, വേറെ ആരുമില്ല. കൂടുതലും ഈ മാർവാടികളൊക്കെയാണ്. അപ്പോൾ ഈ മാർവാടികൾ ഒട്ടും നോൺ വെജ് മുട്ട പോലും കൈകൊണ്ട് തൊടത്തില്ല. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു UP സൈഡ്. അപ്പോൾ അവരെ കെട്ടിച്ചുകൊണ്ട് വന്ന വീട്ടിൽ അവരൊന്നും നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല, മുട്ട പോലും കഴിക്കത്തില്ലായിരുന്നു. കഴിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. അവർക്കിടെ മോന് ഇഷ്ടമായി ഇതൊക്കെ. അന്നേരം അവരും കഴിക്കും. അവർക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കണമെന്ന് തോന്നുമ്പം അമ്മായിയമ്മ വീട്ടിൽ വയ്ക്കാൻ സമ്മതിക്കത്തില്ല. അവർ പോയി ഹോട്ടലിൽ പോയി കഴിക്കുമെന്ന്, എന്തോ വേണ്ടിയെന്ന് വെച്ചാൽ അങ്ങനെ നോൺ വെജ് അവർ വെളിയിൽ പോയി കഴിക്കും. അതിനുശേഷം ഞാൻ കപ്പ കഴുകി അടപ്പത്ത് വെക്കാനായിട്ട് നോക്കുക. കപ്പയൊക്കെ അരിഞ്ഞ് അപ്പോൾ ഞാൻ അവിടെ ഒരു പ്ലാസ്റ്റിക് കഴുകിയിട്ടിട്ടുണ്ട്, ആ വെള്ളം വാന്നിട്ട് കൊണ്ട് വെളിയിൽ ഉണങ്ങാനായിട്ടിടാൻ. കഴിഞ്ഞ ദിവസം പ്രീതി ദിലീപ് ചോദിച്ചായിരുന്നു പച്ച ഏത്തക്ക എങ്ങനെയാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഞാൻ വെക്കുമ്പം കറുക്കൊന്ന് തൊലി. ഞാനും ഞാനങ്ങ് കവറിൽ ഇതുപോലെ അങ്ങനെ വെക്കത്തേ ഉള്ളൂ. ഞാൻ വെക്കുമ്പോഴും കറുക്കും തൊലി, പക്ഷേ അകം കുഴപ്പമൊന്നുമില്ല, തൊലി പക്ഷേ കറുക്കും. അല്ലാതെ ഒരു ഐഡിയയും എനിക്കും ഇല്ല. വേറെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് പറഞ്ഞേക്കണേ. പച്ചയത്തക്ക ഞാൻ അതുപോലെ അങ്ങ് കവറിൽ കെട്ടി അങ്ങ് വെക്കും. ഇപ്പം ഞാനിത് വാങ്ങിച്ചിട്ട് ഇപ്പം വെച്ചിട്ട് 5 ദിവസമായി. അതിലും കൂടുതൽ ഇരിക്കുമെങ്കിൽ ഞാൻ പറയാമേ. അപ്പം കപ്പ ഞാൻ അരിഞ്ഞ് ഒന്ന് തിളച്ചു. എന്നിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും ഞാൻ ഒരു തിളയും കൂടെ തിളയ്ക്കാനായിട്ട് വെക്കും. അപ്പോൾ എനിക്കറിയാം, എന്നെ കമൻറ്റ് വരുമ്പം ഇപ്പം ജോമാസൊക്കെ പറയും ഓടിക്കണം, ഞാൻ തല്ലും. അന്നത്തെ അയലയുടെ ബാക്കി 2 എണ്ണം ഉണ്ടായിരുന്നു, അതെടുത്താണ് ഇന്ന് കറി വെക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ അന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നെന്ന്. ഞാൻ സാധാരണ ഇങ്ങനെ അയലയുടെ തല എടുക്കാറില്ല, അന്ന് തല എടുത്ത് ഞാൻ വറുത്തു. പക്ഷേ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഇന്ന് ഞാൻ ആ തല എടുത്ത് കറിക്കകത്ത് ഇടുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിലതൊന്നും മിക്കതും ഞാൻ എടുക്കാറില്ല. അപ്പം ഞാൻ ഈ മീനൊന്ന് വെട്ടിയെടുക്കട്ടെ. അപ്പം ഹിന്ദി പാഠശാല പറയും എനിക്ക് മീൻ വെട്ടുന്നത് കാണാനും കറി വെക്കുന്നത് കാണാനുമാണ് ഇഷ്ടമെന്ന്. അതുപോലെ മായയും പറഞ്ഞ് എനിക്കും അതാ ഇഷ്ടമെന്ന്. എനിക്കും അതാ ഇഷ്ടം കേട്ടോ. ആര് ചെയ്താലും ഞാൻ പോയി നോക്കും. അപ്പം മീനൊക്കെ ഒന്ന് വെട്ടിയെടുക്കട്ടെ. അപ്പോൾ ഇതിലും പരിഞ്ഞലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പരിഞ്ഞൽ ഞാനങ്ങ് കറിക്കകത്ത് അങ്ങ് ഇടുക, കാരണം ഒത്തിരി ഇല്ല. അന്ന് 3 എണ്ണത്തിൻ്റെ പരിഞ്ഞലൊരു ഇത്തിരി ഉണ്ടായിരുന്നു നമുക്ക്, ഇത് 2 എണ്ണം അല്ല ഉള്ളു. അപ്പം ഞാൻ പരിഞ്ഞിലൂടെ കറിക്കകത്ത് ഇടുന്നുണ്ടേ. അപ്പം മീനെല്ലാം ഞാൻ നന്നായി വെട്ടി കഴുകി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒന്ന് മുറിച്ചെടുത്ത് തല ഇങ്ങനെ മുറിച്ചിട്ട് ബാക്കി 3 പീസായിട്ട് മുറിക്കാനുണ്ടായിരുന്നു. ഒരു നഷ്ടമില്ലായിരുന്നു ആ മീനെന്ന് വാങ്ങിച്ചിട്ട്. ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു അയ്യോ വാങ്ങിക്കണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഞാൻ പറഞ്ഞു അയ്യോ അതൊന്നുകൂടെ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന്. അപ്പോൾ രാവിലെ കപ്പയൊക്കെ ഇരുന്ന് അരിഞ്ഞ് സമയം അങ്ങ് പോയി. അപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴത്തേന് കപ്പയൊന്നും ആവത്തില്ല. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ചപ്പാത്തി പോൾമോനും ഡാഡി ഉണ്ടല്ലോ, അവർക്കൊരു ഉരുളൻകിഴങ്ങ് അങ്ങ് മെഴുക്കുവരട്ടാന്ന്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഞാൻ പോയി ഉരുളൻകിഴങ്ങ് ചെത്തി ക്ലീൻ ചെയ്ത് അതൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അവർക്ക് ചപ്പാത്തിക്ക് അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഈ ഉരുളൻകിഴങ്ങ് ഉണ്ടാക്കുന്നത്. ഈ കഴിഞ്ഞ കുറേ നാളുകൊണ്ട് ഞാൻ ഉരുളൻകിഴങ്ങ് അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ പ്രീസം നല്ല ചുമ, അതങ്ങോട്ട് നിൽക്കുന്നേ ഇല്ല. അത് സ്കൂളിൽ ഇന്നലെ ഞാൻ അറിഞ്ഞത്, സ്കൂളിൽ തണുത്ത വെള്ളം വെച്ചേക്കും അവർ, അതെടുത്ത് പോയി കുടിക്കുമെന്ന് പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് തുണിയൊക്കെ കഴുകാനിട്ടു. അതെല്ലാം ഇനി ഇടയ്ക്കിടയ്ക്ക് വിരിക്കാനിടണം. അപ്പോൾ പിന്നെ ഞാൻ മീൻകറി വയ്ക്കാനായിട്ട് അങ്ങ് തുടങ്ങി. കപ്പ അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ കപ്പ വാങ്ങിക്കുന്നുണ്ടേ. ഒരു കപ്പ ഞാൻ നേരത്തെ എടുത്തൊന്ന് ബോയിൽ ചെയ്ത് നോക്കും വേവുന്നതാന്ന് തോന്നും. അപ്പോൾ ആ കപ്പ പുഴുങ്ങാനായിട്ട് ഞങ്ങൾ പുഴുങ്ങുകയെന്ന് പറയും. അത് കുഴപ്പമില്ല. പക്ഷേ എനിക്കൊരു ഡൗട്ട്, അത് ഇവിടെ ആണെങ്കിൽ പോൾമോനാണെങ്കിൽ പീസ് കിടക്കുന്ന ഇഷ്ടേ അല്ല. അവന് നന്നായി കുഴയണം. എനിക്കും കുഴയുന്ന ഇഷ്ടം, എന്നാലും നമ്മളൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ അവനത് അത്ര അങ്ങോട്ട് താല്പര്യം വരത്തില്ല. കൊച്ചതിനും ഈ പിള്ളേർ ഇപ്പോഴല്ലേ പോൾമോൻ കഴിക്കുമായിരുന്നു, കൊച്ചത് ഇപ്പോഴല്ലേ കഴിക്കാൻ തുടങ്ങി. പിന്നെ കഴിച്ചോട്ടെന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ എന്തോ ചെയ്തു, 2 ഊറ്റിയിട്ട് ഞാൻ ചിന്തിച്ചെന്നാൽ ആ കട്ടങ്ങ് പോകണമല്ലേ, ആ 2 വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെ കുക്കറിലൊന്ന് വിസിലടിക്കാമെന്ന് വെച്ചാൽ അന്നേരം നന്നായിട്ട് അതൊന്ന് വെന്ത് കിട്ടുമല്ലേ. പൊടിയുള്ള കപ്പയല്ലേ, ചില സമയത്തെ അങ്ങനെയുള്ളത് കിട്ടും, എന്നാലും കുഴപ്പമില്ല, ഒന്ന് കുഴഞ്ഞ് കിട്ടി.
അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തേരെ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ ഒക്കെ ഒന്ന് അറിയരേ. നിങ്ങളുടെ ഈ കമൻറ്റൊക്കെ വായിക്കുന്നതല്ലേ ഞങ്ങൾ യൂട്യൂബേഴ്സിനെല്ലാം ഒരു സന്തോഷവും സംതൃപ്തിയും കിട്ടുന്നത്. നിങ്ങളുടെ ഈ ഒരു ലൈൻ എഴുതിയാൽ മതി, അപ്പം നമുക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. ചെയ്തവർ ചെയ്യണ്ട കേട്ടോ. എനിക്ക് കപ്പ കഴിക്കും, കപ്പയാന്നേലും ചക്കയാന്നേലും വേവിച്ചത് കഴിക്കുന്ന ഉടനെ അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ചോറുകൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നേ ഇഷ്ടം. പക്ഷേ പോളിന് നേരെ തിരിച്ചാൽ അവന് അത് സെപ്പറേറ്റ് അത് മാത്രം കഴിക്കുന്നേ ഇഷ്ടം. കൊച്ചിന് ഞാൻ അത് രണ്ടും കൂടെ ഇളക്കിയിട്ട് കൊടുക്കുന്നത്. കപ്പയുണ്ടെങ്കിൽ ഞാൻ കൊച്ചിന് കൊടുക്കും. അപ്പോൾ ഈ മക്കളൊക്കെ നമ്മളുണ്ടാക്കുന്നത് മക്കളും എല്ലാവരും കഴിക്കുവാന്ന് വെക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. അല്ലാതെ ഒരാൾ കഴിക്കത്തില്ല ഒരാൾ കഴിക്കും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കും ഒരു വിഷമമാണ്. ഇവിടെ കപ്പ വേവിച്ചാലും റേച്ചാൻ തൊടത്തില്ല. ഞാൻ ചിന്തിക്കും റേച്ചാൻ എന്തോ മലയാളിയെ മലയാളികളുടെ ഒരു വികാരമാണ്. റേച്ചാൻ പറയും എനിക്ക് അങ്ങനെയുള്ളൊരു വികാരമില്ലെന്ന്. പണ്ട് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കപ്പ ബിരിയാണി വാങ്ങിക്കുമായിരുന്നു, അന്നേരം കഴിച്ചായിരുന്നു. പൂർണ്ണം കുറേ ദിവസം കൊണ്ട് കുറേ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കപ്പ കൊണ്ടുവരുമ്പോൾ ഞാൻ പിന്നെ അങ്ങ് വേവിക്കും. പിന്നെ ബിരിയാണിക്ക് വേണ്ടിയൊന്നും കപ്പ കാണത്തില്ല. അപ്പോൾ ചിലരൊന്നും കപ്പയ്ക്ക് അരപ്പരയ്ക്കത്തില്ല. ഞാൻ പക്ഷേ കപ്പയ്ക്ക് അരയ്ക്കും. കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില ഇത് നല്ല കറിവേപ്പിലയായിരുന്നു. കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് ഉപ്പും ഞാൻ അരപ്പിലങ്ങ് ചേർത്ത് എന്നിട്ട് ഞാൻ കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. കപ്പ 2 ഊറ്റി കഴിഞ്ഞിട്ട് കുക്കറിലോട്ടാക്കി. എന്നിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് എന്താണെങ്കിലും ഒരു വിസിൽ നമുക്ക് അടിച്ചെടുക്കണമല്ലേ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വിസിലടിച്ചിട്ട് അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് പിന്നെ ഞാൻ ഇളക്കി കൊടുക്കും. പ്രൈസമോൻ ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു നീ ഹിന്ദി അവനോട് ഓറലി ചോദിച്ചാൽ അവൻ പറയും. ഞാൻ പറഞ്ഞ് എഴുതുമ്പം ഞാൻ ചിന്തിച്ച് ഇപ്പം പറഞ്ഞോണ്ടെങ്കിൽ ആദ്യം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഒരു കരച്ചിലും പിഴിച്ചിലും വയ്ക്കുക. ഇപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എന്നാ ചോദ്യം ഞാൻ പറഞ്ഞു നിനക്ക് ഓറലി ചോദിച്ചാൽ നീ പറയും, നീ എഴുതാൻ പറഞ്ഞു. അച്ഛാ ടീക്കെന്ന് പറഞ്ഞ് ഓടിയിട്ടുണ്ട്. എന്തോ നല്ല മനസ്സോടൊന്ന് കൊച്ചു പോയെന്നുള്ളയാ ഈ ബുക്കെടുത്തോണ്ട് വരാൻ. അപ്പോൾ ഞാനെല്ലാം കഴിഞ്ഞ് ഈ കച്ചട ബക്കറ്റ് ഞാനൊന്ന് കഴുകി വെച്ചേക്കുമായിരുന്നു. അതൊന്നിപ്പം കവർ ഇട്ട് മീൻസ് അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് കവർന്നിടുന്നുണ്ടേ. അപ്പോൾ പോൾമോൻ അറിയാമായിരുന്നു ഞാൻ കപ്പ വേവിക്കുന്നെന്നുള്ളത്. ചിലപ്പം ഞാൻ ഈ അടുക്കളയിൽ വെക്കുന്നതൊന്നും അവനറിയത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ വെളുത്തുള്ളിയുടെ ഒരു മണവ് അരപ്പിൻ്റെ മണം വരുമെന്ന്. അപ്പം പ്രൈസനാണെങ്കിൽ ഓടി വരും അവിയലാണോ കപ്പയാണോ. അവൻ കപ്പയ്ക്ക് ചക്കയെന്നാണ് പറയുന്നത്. എന്നിട്ട് കപ്പയ്ക്ക് പറയും പിന്നെ അല്ലെങ്കിൽ പറയും സ്വീറ്റ് പൊട്ടറ്റോ എന്ന്. അപ്പം എന്നിട്ട് ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് അവനങ്ങ് ഇന്ന് എക്സാം ആയിരുന്നല്ലേ, കോളേജിൽ പോയി. പിന്നെ വൈകിട്ട് വന്നുടനെ കപ്പയെന്നും പറഞ്ഞാൽ ഓടി വന്നത്. പിന്നെ അവന് സ്കൂളിൽ നിന്ന് വന്നുടനെ ഇച്ചിരി കപ്പ കൊടുത്തിയാൻ. ഞാൻ ആദ്യം ഈ തൈര് കടയുന്ന മത്തുണ്ടല്ലേ അതിട്ട് ആദ്യം ഒന്ന് ഉടച്ച് പിന്നെ റെഡി ആയതുകൊണ്ട് ഞാൻ തവിയും കൊണ്ട് ഇങ്ങനെ ഇളക്കി. ഒട്ടും കളയാനില്ല. എൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ താഴെ സംസാരിക്കുന്നത് വരെ ഗ്രൗണ്ട് ഫ്ലോറിൽ സംസാരിക്കുന്നത് വരെ ഇതിൻ്റെ അകത്ത് നന്നായി കേൾക്കും. അല്ലാതെ നമുക്ക് നോർമലി മനസ്സിലാവത്തില്ല. പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയോ ഇത്രയും കൊതിയുണ്ടോ ആ മത്തിൻ്റെ അകത്തെ ഇതുപോലും കളയുന്നില്ലല്ലോ എന്ന്. എന്തോ ചെയ്യാനാ, കൊതിയായിപ്പോയി. എൻ്റെ സ്ഥിരം ഒരാളെ കാണുന്നില്ല, ഗൾഫിലാണ്. കമൻ്റ് ഇടുന്നതായിരുന്നു നോയമ്പാ കപ്പ ഉണ്ടാക്കല്ലേ എന്ന് എന്നോട് ഇന്നാളി പറഞ്ഞായിരുന്നു. ഇപ്പം 3-4 വീഡിയോയിൽ കമൻറ്റ് വരുന്നില്ല. അപ്പം ഞാനെനിക്ക് ഇച്ചിരി ചാറായിട്ടാണ് എടുത്തത് കേട്ടോ. കപ്പ തിന്നാൻ ഇവിടെ പോൾമോനൊക്കെ നന്നായി ചാറ് വേണം, എനിക്കും വേണം. ഡാഡി പിന്നെ കപ്പയുടെ മുകളിൽ ഒഴിക്കത്തില്ല, ഉരുട്ടിയിട്ട് ആ ചാറിൻ്റെ അകത്ത് മുക്കി തിന്നുക. എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് കപ്പയ്ക്കകത്ത് ഒഴിച്ച് കഴിക്കുന്നേ ഇഷ്ടം. അപ്പം ഞാൻ ഇച്ചിരി കപ്പയൊന്ന് എടുത്ത് കഴിക്കട്ടെ. ആരും എന്നെ അടിക്കത്തില്ലല്ലേ, വഴക്കും പറയത്തില്ലല്ലേ. എല്ലാവരോടും ആദ്യം ക്ഷമ ചോദിക്കുന്നേ. കഷ്ണമൊന്നും ഉപ്പ് എടുക്കുന്നില്ല, ഒരിച്ചിരി ചാറെടുത്തിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. സത്യം പറഞ്ഞാൽ ഈ കപ്പ വെച്ചിട്ട് 2 ദിവസമായി എഡിറ്റിങ്. കുറേ വീഡിയോകൾ കട്ട് ചെയ്ത് ഇടേണ്ടി വരുമല്ലോ, അങ്ങനെയുള്ളത് ഞാൻ പെൻഡിങ്ങിൽ വെച്ചേക്കും. ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വായിൽ നിന്ന് വീണ്ടും വെള്ളം വരുന്നത്. എന്തോ ചെയ്യാനാ. അതെ നോയമ്പുകാരെ ഒന്നും പറയല്ലേ, കൊതിയായിട്ടാ. ഞാനില്ലേ കഴിക്കുന്നത് കാണാൻ നോക്കിയിരിക്കുന്നവരെ ചിലപ്പം ചിലർ നോക്കിയിരിക്കത്തില്ലേ, അതുകൊണ്ടും കാണിച്ചു.
അഖിലേ ചോറുണ്ടിട്ടാ വീഡിയോ കാണുന്നെങ്കിൽ പോയി വീണ്ടും ചോറെടുത്ത് കഴിക്കല്ലേ, കണ്ണടച്ചവിടെ കിടന്നോണം. അഖിൽ പറയും ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് മീൻ കറിയൊക്കെ ഞാൻ പോയി മീൻ വെച്ച് പിന്നെ ചോറുണ്ണേണ്ടി വന്നെന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു, ഗുഡ് ബൈ.